ഇപ്പം അതിനെ പറ്റി ഇപ്പം എന്താ പറയാനാ, അത് അത്ര വലിയൊരു സംഭവമായിട്ട് കാണേണ്ട. ലിങ്ക് ചോദിച്ചിട്ട് അത് മലയാളികളുടെ ദാരിദ്ര്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ എന്ത് പറയാനാ, ഇപ്പം തന്നെ എന്തോരം ഹോളിവുഡ് മൂവീസൊക്കെ കാണുന്നവരാണ് മലയാളീസ്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് പക്ക ഓക്കെ, പക്ക നോർമലാണ്. പിന്നെ മലയാളത്തിൽ അങ്ങനെ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ അത് എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമായിട്ട് കൊണ്ടുവരുന്നത്? പിടിച്ച് അതിനെങ്ങനെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര മോശമാണ്. ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയ ഒരു മൂവിയാണ്. അപ്പോൾ വെറുതെ അതിന്റെ ഒരു 3 മിനിറ്റ് ക്ലിപ്പ് എടുത്തിട്ട് ഇത്രമാത്രം ന്യൂഡിറ്റി ഇതാണെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരിക്കലും ഇല്ല. കാരണം എന്തോരം ഇപ്പം മലയാളീസ് ഒരുപാട് പുരോഗമിച്ച് ഇതാണ് പുരോഗമനം. ഇപ്പൊ നമ്മളിതാ നൈറ്റ് ഇവിടെ പുറത്തിറങ്ങിയ ഇപ്പൊ ഇനിയിപ്പോ നാളെ ഇതും പറയോ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വല്ലതും. അത് ഭയങ്കര മോശമാണ്. എന്താ പറയാന്, ഇപ്പൊ ബോളിവുഡ് ആയിരുന്നാലും ഹോളിവുഡ് ആയിരുന്നാലും ഒക്കെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ ബോളിവുഡ് ആക്ട്രസും ഇങ്ങനെയൊക്കെ അല്ലെ, ഒരുപാട് മൂവീസ് എങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ, ഒരുപാട് അങ്ങനത്തെ മൂവീസ്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത പല ഒരു ബ്ലെയിമിംഗ് ആണ് ഒരു മലയാളി നടി ഇങ്ങനെ ചെയ്യുമ്പോ വരുന്നത്. ഇത് ഒന്നാമത്തെ പ്രശ്നമൊന്നുമല്ല. എപ്പോഴും മലയാള മൂവീസിൽ ഇപ്പൊ ഒരു കിസ് അടി വന്നാൽ പോലും എന്തെങ്കിലും അത് എപ്പോഴും നായികമാരോട് ചോദിക്കും, അതെങ്ങനെയാ നിങ്ങൾ ചെയ്തത്, എന്താണ് അത്. എപ്പോഴും നായികമാരാണ് എപ്പോഴും അതിന്റെ ഒരു. ബാക്കി ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത് അങ്ങനത്തെ ഒരു ടോക്ക് വരത്തേ ഇല്ല. നമ്മുടെ മോളിവുഡിൽ മാത്രമേ അങ്ങനത്തെ ടോക്ക് വരത്തുള്ളൂ. കിസ്സടി എങ്ങനെ ഉണ്ടായിരുന്നു, അത് ഒറിജിനൽ ആയിരുന്നോ, എഡിറ്റിംഗ് ആയിരുന്നോ, ക്യാമറ ട്രിക്ക് ആയിരുന്നോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ മാത്രമേ വരത്തുള്ളൂ. അവര് ചെയ്തു വെച്ച എത്രയോ വേറെ നല്ല റോൾസ് ഉണ്ടാവും, അത് പറയാതെ ഇപ്പൊ ഇതിനെ മാത്രം എടുത്ത് വെച്ചിട്ട്. അതെ, ബാക്കി ഈ പറഞ്ഞ നാട് എന്തോരം മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിലൊന്നും ഇവരെ പറ്റി പൊക്കി താഴ്ത്തി ഒന്നുമില്ല. ഇപ്പൊ ഒരു വീഡിയോ ലീക്കായി അതൊക്കെ പറഞ്ഞ് അതിന്റെ പുറകെ നടക്കും. അത് മാത്രമല്ല, ഇവർ അഭിനയിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സിനിമയിൽ ചിലപ്പോൾ നാടനായിട്ടായിരിക്കും, ഒരു സിനിമയിൽ ഇങ്ങനെ ആയിരിക്കും. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അവർ ചൂസ് ചെയ്യുന്നില്ലേ, അത് അവരുടേതായ ഒരു ഒപ്പീനിയനാണ്, അവരുടേതായ ഒരു പ്രൈവസിയാണ്. അതെ, അത് അവരത് കഥ കേട്ടിട്ട് ഓക്കെ നടക്കണോ വേണ്ടെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ ഒരു മാറണമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ ബുള്ളിങ് ഒക്കെ, വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഒരാളുടെ ലൈഫ് തകർന്നു. ഈ നടി നാളെ എന്തെങ്കിലും ചെയ്ത ഈ പറഞ്ഞ ആൾക്കാരെ തിരിച്ചു പറയും. പൊതുവെ മലയാളീസിന്റെ ഒരു ശീലമാണ് ഒരു സമയത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരിക, പിന്നെ അങ്ങ് അവിടെ നിർത്തി താഴെ ഇടുക എന്നുള്ളതൊക്കെ. അതൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളുടെ ഒപ്പീനിയൻസ് പറഞ്ഞു. ഒരു ഒപ്പീനിയൻ. ആസ് എ ഗേൾ ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, കണ്ടു നിൽക്കുന്നവർക്ക് ഞങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. മലയാളീസും നല്ലോണം ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണാറുള്ള. ആ സിനിമ ഇറങ്ങുമ്പോൾ അതിന്റെ എന്താണ് അതുമായിട്ട് വരുന്നത്, നമുക്ക് കണക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ അവരുടെ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും അവർ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് സിനിമ കാണുമ്പോഴേ ഫുൾ ആയിട്ട് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോഴേ ഒരു സെർച്ചിങ് തുടങ്ങേണ്ട ആവശ്യമില്ല, സിനിമ കാണും വരെ വെയിറ്റ് ചെയ്യാം. ചുമ്മയൊന്നും ആ അവാർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, അത്ര ഒരു വലിയ ഫെസ്റ്റിവലിൽ പോകേണ്ട ആവശ്യമില്ല. ചുമ്മാ എന്തായാലും എന്തെങ്കിലും നല്ലതായിരിക്കും, ഉറപ്പായിരിക്കും.